ഹലോ, ഓണമൊക്കെ എല്ലാവരും കളറാക്കിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം പനങ്ങാട്ടി പ്രതിഭ ഡ്രമാറ്റിക് ക്ലബിൻ്റെ ഓണാഘോഷ പരിപാടിയാണ്. സോ കാലത്ത് 10 മണിക്കാണ് നമ്മൾ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ നല്ല വെയിലാണ് ഇപ്രാവശ്യം. ഞാൻ വിചാരിച്ചു കുറച്ച് മഴയൊക്കെ അടിയിൽ പെയ്യുന്നു, പക്ഷേ മഴയേ ഇല്ല, ഫുൾ വെയിൽ. മ്യൂസിക് ചെയറിന് പോയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ തോറ്റിട്ട് വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. അതിൻ്റെ ഇടയിൽ എൻ്റെ ക്യൂട്ട് ബ്രോ നടന്നു പോകുന്നു. പിന്നെ നടന്ന സീനിയേഴ്സിൻ്റെ മ്യൂസിക്കൽ ചെയറായിരുന്നു, പക്ഷേ അവരുടെ തോടാൻ പറഞ്ഞപ്പോൾ അവർ ഫുൾ നടക്കായിരുന്നു കേട്ടോ. സോ ഇത് നമ്മളൊരു നടത്ത മത്സരമായിട്ട് കണക്കാക്കുന്നു. ഇതിനേക്ക് നമ്മൾ ആവേശമേറെ ബലൂൺ തട്ടിപ്പൊട്ടിക്കൽ ചവിട്ടിപ്പൊട്ടിക്കൽ മത്സരത്തിലേക്കാണ് പോയത്. നമ്മളോട് പിന്നെ എല്ലാ ഏജിലുള്ളവരും പങ്കെടുക്കട്ടെ, അതുകൊണ്ട് തന്നെ ഫുൾ ഫണ്ണായിരുന്നു കാണാനായിട്ട്. എന്താണെന്നറിയില്ല, ക്യാമറ എടുത്ത് എനിക്ക് ഇവനെ ഫോക്കസ് ചെയ്യാൻ തന്നെ തോന്നുള്ളൂ. എന്ത് ക്യൂട്ടല്ലേ കാണാനായിട്ട്. പക്ഷേ അവൻ എന്നെ ഒഴിവാക്കി ഗൈസ്. എന്നാൽ പിന്നെ നമുക്കൊരു വടംവലി മത്സരം കണ്ടിട്ടുണ്ടല്ലോ. ആദ്യം ജൂനിയേഴ്സിന്റെ ഉണ്ടായിരുന്നു, പിന്നെ സീനിയേഴ്സിന്റെ ഉണ്ടായിരുന്നു. ഞങ്ങൾ സീനിയർ ഗേൾസിന്റെ വടംവലി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ ടീം എന്തായാലും ജയിക്കുമല്ലോ. ഞാൻ അത് ചുമ്മാ പറഞ്ഞാൽ വടംവലി എന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്ക് ആണല്ലോ. അപ്പോൾ എല്ലാവരും ഒത്തൊരുമയോട് നിന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ ഗെയിം ജയിച്ചത്. അങ്ങനെ ബോയ്സിന്റെ വാശിയേറെ വടംവലിയിൽ ഏട്ടനുള്ള ടീം തന്നെ ജയിച്ചുട്ടോ. എന്തോ അതുകൊണ്ട് നല്ല സന്തോഷമൊക്കെ തോന്നി. പക്ഷേ തോറ്റ ടീം നന്നായി വലിച്ചുട്ടോ. പിന്നെ എന്തായാലും ഒരു ടീമിൽ ജയിക്കുള്ളൂ. വടംവലിക്കാൻ പോയതിന്റെ ഓർമ്മയുടെ എൻ്റെ കയ്യിൽ ഒരു പാടും കിട്ടും. വൈകുന്നേരം ഒരു 5 മണിക്കായപ്പോഴേക്കും നമ്മൾ മെഗാ തിരുവാതിര തുടങ്ങിട്ടോ. അവരൊക്കെ ഒത്തിരി ദിവസം പ്രാക്ടീസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചു. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കാണാൻ. അതിഗംഭീരമായ ഒരു തിരുവാതിര കളിക്ക് ശേഷം നമ്മൾ അങ്ങനെ ഘോഷയാത്ര തുടങ്ങി. പിന്നെ എല്ലാവരും ഇത് മൂഡ് ഡാൻസ് മൂഡ് എന്ന് പറഞ്ഞ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായി. ചന്ദ്രന്റെ തന്ത്രപരമായ ഇടപെടൽ നല്ലൊരു വീഡിയോയും കിട്ടി. ഘോഷയാത്രയ്ക്കൊപ്പം കുതിര സഫാരിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഡാൻസിന്റെ തന്നെ പല പല വ്യത്യസ്തമായ വേർഷൻസ് ആണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ചില വൈകുന്നേരങ്ങൾക്ക് ഒരു മഞ്ഞ കളർ ഉണ്ടാവും. നല്ല രസമായിരിക്കും കാണാനായിട്ട്. ഇന്നും അതുപോലെ ഒരു മഞ്ഞ വൈകുന്നേരം ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റി. എന്ത് പരിപാടി ആയിക്കോട്ടെ, പ്രായഭേദം തന്നെ എല്ലാവരും പങ്കെടുക്കുമ്പോഴാണ് അത് കൂടുതൽ അടിപൊളിയാവുന്നത് കേട്ടോ. അപ്പോൾ ഇത്തവണ ഘോഷയാത്രയ്ക്ക് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷം തോന്നി കാണാനായിട്ട്. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള മുടക്കോട് വന്ന സ്ഥലത്ത് നിന്ന് ഓണപ്പരിപാടി ആയിരുന്നു. അപ്പോൾ അവരാണ് ഈ പോപ്പർ ഇറക്കിയത്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ മൊത്തത്തിൽ. അങ്ങനെ പരിപാടി കഴിഞ്ഞ് രാത്രിയായപ്പോൾ നമ്മൾ കലാപരിപാടിയിലേക്കും പോയി. കുട്ടികളുടെ ഡാൻസും പാട്ടും മിമിക്രിയും മോണാക്റ്റും ഒക്കെ ആയിട്ട് ഒത്തിരി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. സിനിമയിൽ മാത്രമല്ല ക്യാമറ, ഞങ്ങൾ പാട്ട് പാടുമ്പോൾ ക്യാമറ വരുന്നുണ്ട്. സുജിത്തോടെ ഒരു ക്യാമറ റോളൊക്കെ ഇറങ്ങി. പിന്നെ എന്നത്തെയും പോലെ പ്രാക്ടീസ് ചെയ്യാത്ത ഞങ്ങളൊരു തട്ടിക്കൂടി ഡാൻസും കൂടെ ആയപ്പോൾ ഓണം അങ്ങോട്ട് ഉഷാറായി. അപ്പോൾ ഇത്തവണത്തെ ഓണപ്പരിപാടി ഇത്രയൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ടാറ്റ ബൈ ബൈ.